ഹായ് ഫ്രണ്ട്സ്, ഇത് നമുക്ക് ബീറ്റർ ഇല്ലാതെ മിക്സിയുടെ ജാല് കറക്കി എടുത്തിട്ട് എങ്ങനെയാണ് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ടീ കേക്ക് ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യം തന്നെ ഒരു അരിപ്പയിലേക്ക് 1 കപ്പ് മൈദ, 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ഒരു നുള്ള് ഉപ്പ് എന്നിവ ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക. അപ്പോൾ ഒരു 3 വട്ടമെങ്കിലും അരിച്ചെടുക്കുക. അപ്പോൾ നമുക്കിത് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആയിട്ട് കിട്ടും. അതിനുശേഷം ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്കൊരു മിക്സിയിലെ വലിയ ജാർ എടുക്കുക. ഇതിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. മുഴുവനായിട്ടുള്ള പഞ്ചസാരയാണ്, തരിയുള്ള പഞ്ചസാരയാണ്. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കണം. ഇപ്പോൾ ഇതിവിടെ നന്നായിട്ട് പൊടിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് റൂം ടെമ്പറേച്ചറിലുള്ള 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കണം. പിന്നെ 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് അടിച്ചെടുക്കുക. ഒരുപാട് നേരിട്ട് അടിക്കൊന്നും വേണ്ട. ഇതൊന്ന് മിക്സായി കിട്ടാൻ വേണ്ടി ഒരു 30 സെക്കൻഡോളം ഒന്ന് അടിച്ചെടുത്താൽ മതി. അതിനുശേഷം നമുക്കിതൊരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു 1/4 കപ്പ് ഇളം ചൂടുള്ള പാലും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഇതിലേക്ക് കുറേശ്ശെ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ ഇളക്കി കൊടുക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഇതും കുറേശ്ശെ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ കേക്കിന് ചെറിയൊരു യെല്ലോ കളർ കിട്ടാൻ വേണ്ടി ഞാൻ യെല്ലോ ഫുഡ് കളർ കുറച്ചൊന്ന് ചേർക്കുന്നുണ്ട്. നിർബന്ധമില്ല, വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇപ്പം നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കേക്ക് ടിന്നിലേക്ക് മാറ്റാം. അപ്പോൾ ഓയിൽ തടവിയിട്ട് ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുള്ള നടുക്കിലും സൈഡിലെല്ലാം ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുള്ള ഒരു ടിന്നിലേക്ക് ഞാനത് ഒഴിച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് 150 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലേക്ക് നമുക്കിത് വെച്ച് കൊടുക്കാം. അതിനുശേഷം 40 മിനിറ്റ് 180 ഡിഗ്രിയിൽ തന്നെ ടൈം വെച്ച് കൊടുക്കുക. കറക്റ്റ് 40 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമുക്ക് കേക്ക് കറക്റ്റായിട്ട് സെറ്റായിട്ട് കിട്ടും. ഇപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്, കറക്റ്റ് പൊന്തി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഓവനിൽ നിന്ന് എടുത്തിട്ട് നന്നായിട്ട് ചൂടാറാനായിട്ട് വയ്ക്കാം. അപ്പോൾ ഇതിവിടെ നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട്. നമുക്ക് സൈഡിലും പിന്നിലൊക്കെയുള്ള ബട്ടർ പേപ്പറൊക്കെ എടുത്ത് മാറ്റാം. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു കേക്കാണിത്. നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാനും പറ്റും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തന്നെ കമൻസ് ആയിട്ട് അറിയിക്കുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ഈ ചാനൽ പുതിയതായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.